1889 ഫ്രാൻസിലെ പാരീസിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു എക്സ്പോയുടെ ഭാഗമായാണ് ഈഫൽ ടവർ നിർമ്മിച്ചത്. ഗസ്റ്റേവ് ഈഫൽ എന്ന എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്ത ടവറിന് 300 മീറ്റർ ഉയരമുണ്ട്. റേഡിയോ ആന്റിനകളുടെ ഉയരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 324 മീറ്റർ ഉയരമുള്ള നിർമ്മിതിയാണ് ഈഫൽ ടവർ. 10,000 ടണ്ണിലധികം ഭാരമുള്ള ഈഫൽ ടവർ തുരുമ്പെടുത്തു പോവാതിരിക്കാനായി ഓരോ 7 വർഷത്തിലും റീപെയിന്റ് ചെയ്യാറുണ്ട്. 1887 മുതൽ 1889 വരെ 2 വർഷവും 2 മാസവും 5 ദിവസവും എടുത്താണ് ഗസ്റ്റേവ് ഈഫൽ ഈ നിർമ്മിതി പൂർത്തീകരിച്ചെടുത്തത്. 1889 മാർച്ച് 31 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണുണ്ടായത്. തുടക്കത്തിൽ 20 വർഷത്തിനു ശേഷം പൊളിച്ചു മാറ്റാൻ ഉദ്ദേശിച്ചായിരുന്നു ഈഫൽ ടവറിന്റെ നിർമ്മാണം. എന്നാൽ പിന്നീട് റേഡിയോ ടെലിഗ്രാഫ് സ്റ്റേഷനായി ഉപയോഗിക്കാമെന്നത് മനസ്സിലാക്കി നിലനിർത്തുകയാണുണ്ടായത്. 1931 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതിയെന്ന ബഹുമതി ഈഫൽ ടവറിനായിരുന്നു. വാഷിംഗ്ടൺ സ്മാരകത്തെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതിയായി മാറിയ ഈഫൽ ടവർ 1931 ന്യൂയോർക്ക് നഗരത്തിലെ ക്രൈസ്റ്റർ കെട്ടിടം പൂർത്തിയാവുന്നതുവരെ 41 വർഷക്കാലം ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതിയായി അറിയപ്പെട്ടിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉണ്ടാക്കിയ 1838 ഇരുമ്പ് ഭാഗങ്ങൾ പാരീസിലെത്തി കൂട്ടിയോജിപ്പിച്ചാണ് ടവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ ലാ ഡാം ഡി ഫെർ എന്നാണ് ഈഫൽ ടവറിനെ വിളിക്കുന്നത്. ലാ ഡാം ഡി ഫെർ എന്നാൽ ഇരുമ്പ് വനിത എന്നാണ് അർത്ഥം. തുടക്കകാലത്ത് ഫ്രഞ്ച് കലാകാരന്മാരും ബുദ്ധിജീവികളും ഈ ടവറിൻ്റെ നിർമ്മാണത്തെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് ഫ്രാൻസിൻ്റെ ആഗോള ചിഹ്നമായും ലോകത്തിലെ അറിയപ്പെടുന്ന നിർമ്മിതിയായും ഈഫൽ ടവർ മാറുകയായിരുന്നു. പൂർണ്ണമായും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈഫൽ ടവറിൻ്റെ 4 ഇരുമ്പ് കാലുകൾ യോജിച്ച് ആദ്യ പ്ലാറ്റ്ഫോമായി തീരുന്നത് 188 മീറ്റർ ഉയരത്തിൽ വെച്ചാണ്. 81 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഈഫൽ ടവറിൻ്റെ ചതുരാകൃതിയിലുള്ള അടിഭാഗത്തിൻ്റെ ഓരോ വശവും 125 മീറ്റർ നീളമുണ്ട്. ടവറിൽ സന്ദർശകർക്കായി 3 നിലകളുണ്ട്. 1ഉം 2ഉം നിലകളിൽ റെസ്റ്റോറൻറ്റുകളും ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിലുള്ള 3ാമത്തെ പ്ലാറ്റ്ഫോമിന് തറനിരപ്പിൽ നിന്നും 276 മീറ്റർ ഉയരമാണുള്ളത്. യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പൊതുനിരീക്ഷണ ഡെക്കാണിത്. 1ാം നിലയിലേക്കും 2ാം നിലയിലേക്കും ലിഫ്റ്റ് മുഖേനയോ കോണിപ്പടികളിലൂടെയോ കയറാം. തറയിൽ നിന്നും 1ാം നിലയിലേക്ക് 300ഉം 2ാം നിലയിലേക്ക് അതുപോലെ തന്നെ 300ഉം എന്നിങ്ങനെ 600 പടികളാണുള്ളത്. ഏറ്റവും മുകളിലുള്ള 3ാം നിലയിൽ ജിൻ ലാച്ചേഴ്സും തോമസ് എഡിസൺ പോലുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി ഫർണിച്ചറുകളും എഞ്ചിനീയറായ ഗസ്റ്റേവ് ഈഫലിനായി നിർമ്മിച്ച ഒരു സ്വകാര്യ അപ്പാർട്ട്മെൻറ്റുമുണ്ട്. 1989 ടവറിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി ടവറിൽ ഒരു പ്രത്യേക ലൈറ്റിംഗ് ഡിസ്പ്ലേ നടത്താൻ തീരുമാനിച്ചു. 1990 ഫ്രഞ്ച് കോടതി ഈ ലൈറ്റിംഗ് ഒരു യഥാർത്ഥ ദൃശ്യ സൃഷ്ടിയാണെന്നും പകർപ്പവകാശം അഥവാ കോപ്പിറൈറ്റ് ഉള്ളതാണെന്നും പ്രഖ്യാപിച്ചു.